1816 ജർമ്മനിയിൽ നേരിട്ട ഒരു ഭക്ഷ്യക്ഷാമം. അതിൻ്റെ ഫലമായി ധാരാളം കുതിരകൾ ചത്തൊടുങ്ങി. കുതിരകളായിരുന്നു അന്ന് മനുഷ്യൻ്റെ പ്രധാന യാത്രാമാധ്യമം. ബാക്കിയുണ്ടായിരുന്ന കുതിരകളുടെ കാര്യമാണെങ്കിൽ പട്ടിണി കോലങ്ങൾ, സ്വയം നടക്കാൻ വയ്യ, പിന്നല്ലേ മനുഷ്യനെയും കൊണ്ടുപോകുന്നത്. ആ ഒരു അവസ്ഥയിലാണ് 1817 ബാരൺ കാൾ വൺ ഡ്രൈറ്റ്സ് എന്ന വ്യക്തി സൈക്കിളിൻ്റെ ആദ്യകാല ഒരു രൂപം ആവിഷ്കരിക്കുന്നത്. തടിയിൽ തീർത്ത 2 ചക്രവും തടി കൊണ്ട് തന്നെയുള്ള സീറ്റും എല്ലാം ഉള്ള ഒരു സംവിധാനം. പക്ഷേ ഇന്ന് കാണുന്ന സൈക്കിളുകൾ പോലെ പെഡൽ ഉപയോഗിച്ച് ചവിട്ടി നിൽക്കുകയായിരുന്നില്ല. അതിന് മുകളിലിരുന്ന് കാലുകൊണ്ട് തുഴഞ്ഞായിരുന്നത് മുന്നോട്ട് പോയിരുന്നത്. അതിന് കുതിരകളുടെ അത്ര വേഗം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നടന്നു പോകുന്ന ഒരു മനുഷ്യനേക്കാൾ വേഗത അതിന് കിട്ടുമായിരുന്നു. പ്രധാന കാരണം, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവൻ നമ്മുടെ കാലുകളിൽ അനുഭവപ്പെടുന്നു. ഇരുന്നുകൊണ്ട് തുഴയുമ്പോൾ അത്രയും ഭാരം കാലുകളിൽ അനുഭവപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇറക്കം ഒക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് തുഴയേണ്ട ആവശ്യമില്ല, അത് നല്ല വേഗതയിൽ മുന്നോട്ട് പോകും. കയറ്റം വരുമ്പോൾ മാത്രം ഇന്നും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പോലെ ഇറങ്ങി സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. പെട്ടെന്ന് വണ്ടി നിർത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ബ്രേക്കല്ല. ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പഴയ കാളവണ്ടികളിലൊക്കെ കണ്ടിരുന്ന പോലെയുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അതിനും അറേഞ്ച് ചെയ്തിരുന്നു. ലോഫ് മെഷീൻ എന്നാണ് ജർമ്മൻ ഭാഷയിൽ അതറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താൽ റണ്ണിംഗ് മെഷീൻ എന്ന് വിളിക്കാം. 1818 അതിന് പേറ്റന്റ് ലഭിച്ചു. ഇംഗ്ലീഷുകാരതിനെ ഡ്രൈസ് കണ്ടുപിടിച്ച മെഷീൻ എന്നുള്ള നിലയ്ക്ക് ഡ്രൈസീൻ എന്നും വിളിച്ചിരുന്നു. ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ കാലം മനുഷ്യൻ ആ തരം സൈക്കിളുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് സൈക്കിളിൻ്റെ ഒരു പ്രധാന മാറ്റം സംഭവിച്ചത് 1839 കിർക്ക് പാട്രിക് മെക്മില്ലൻ എന്ന വ്യക്തിയുടെ മറ്റൊരു കണ്ടുപിടുത്തത്തോടെയാണ്. അദ്ദേഹം സൈക്കിളിന് പെഡലുകൾ ആവിഷ്കരിച്ചു. ആ പെഡലുകൾ പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന സൈക്കിൾ പെഡലുകൾക്ക് തുല്യമായിരുന്നില്ല. മറിച്ച് ഏകദേശം നമ്മുടെ ഈ തുന്നൽ മെഷീനിൽ വരുന്ന തരം പെഡൽ പോലെ അത് മുമ്പോട്ടും പുറകോട്ടും ആ പെഡല് ചലിപ്പിച്ചാണ് സൈക്കിളിനെ മുന്നോട്ട് നീക്കിയിരുന്നത്. ഏതായാലും നമ്മുടെ തുഴഞ്ഞു നീങ്ങുന്ന ഡ്രൈസീനേക്കാൾ കൂടുതൽ വേഗം ആർജിക്കാൻ ആ സൈക്കിളുകൾക്ക് കഴിഞ്ഞിരുന്നു. ആ സൈക്കിളുകളുടെ മറ്റൊരു പ്രത്യേകത, അതിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പെഡല് നേരെ വീലിനെ ചലിപ്പിക്കുകയായിരുന്നു. പെഡലിംഗ് നിർത്തിയാൽ അപ്പോൾ സൈക്കിളും നിൽക്കും. അതായത് ഇന്ന് കാണുന്ന സൈക്കിളുകളുടെ രൂപത്തിൽ നിന്ന് വളരെയധികം മാറ്റമുണ്ട്. ഇന്നിപ്പോൾ ഇറക്കത്തിൽ നമുക്ക് സൈക്കിളിൽ ചുമ്മാ ഇരുന്നാൽ പോവും. അത് ഇറക്കത്തിലും പെഡൽ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ സൈക്കിൾ അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് അതിന് വേണ്ടി വന്നിരുന്നില്ല. അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപം പിന്നീട് പിയറി മെക്കീവ്, ഏണസ്റ്റ് മെക്കീവ്, പിയറി ലാലമെന്റ് എന്നീ ഫ്രഞ്ചുകാർ ചേർന്ന് ഒരു സൈക്കിൾ ഉണ്ടാക്കി. ആയതിൻ്റെ പ്രത്യേകത, പെഡല് നമ്മൾ ഇന്ന് കാണുന്ന പോലെ റൗണ്ടായിട്ട് ചവിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ അത് നേരിട്ട് ഫ്രണ്ട് വീലിൻ്റെ ഹബിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതും പെഡല് ചവിട്ടുമ്പോൾ മാത്രം സൈക്കിൾ മുന്നോട്ട് പോകും, പെഡലിംഗ് നിർത്തിയാൽ സൈക്കിളിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ആയതിനും ബ്രേക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തെ സൈക്കിളുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഇന്ന് നമ്മൾ കാണുന്നുള്ള വ്യത്യാസം എന്താ, അതിനൊന്നും റബ്ബർ ടയർ ഉണ്ടായിരുന്നില്ല. കാരണം റബ്ബർ ടയറൊക്കെ വളരെ പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ വീലുകളായിരുന്നു ഇതിലെല്ലാം ഉപയോഗിച്ചിരുന്നത്. 1853 ഫിലിപ്പ് മോട്സ് ഫിഷർ എന്ന ജർമ്മൻകാരൻ സൈക്കിളുകളുടെ കണ്ടുപിടുത്തത്തിൽ നടത്തിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പെഡലും ചെയിനും ചേർന്ന സിസ്റ്റം. വീലുകളിൽ നേരിട്ട് ചവിട്ടി തിരിപ്പിക്കുന്നതിന് പകരം സൈക്കിളിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പെഡലിൽ ചവിട്ടുന്നു. ചെയിൻ ഉപയോഗിച്ച് അതിൻ്റെ ചലനം വീലുകളിലേക്ക് എത്തുന്നു. അത് 1853 കണ്ടുപിടിക്കപ്പെടുന്നത്. 1869 അമേരിക്കക്കാരനായ വില്യം വാൻ ആൻഡെ എന്ന വ്യക്തിയാണ് സൈക്കിളുകൾക്ക് ഫ്രീ വീൽ എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത്. ആയത് നിലവിൽ വന്നതോടെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഇറക്കത്തിൽ പെഡല് ചവിട്ടിയില്ലെങ്കിലും വാഹനം മുന്നോട്ട് നീങ്ങും.
എന്നുള്ള ഒരവസ്ഥയിലേക്ക് സൈക്കിളുകൾ വന്നു. ചുരുക്കി പറഞ്ഞാൽ പല ടെക്സ്റ്റ് ബുക്കുകളിലും മറ്റ് ഭാഗങ്ങളിലും എല്ലാം സൈക്കിൾ കണ്ടുപിടിച്ചത് മെക്മില്ലൻ എന്ന് കാണുമെങ്കിലും വാസ്തവത്തിൽ സൈക്കിൾ കണ്ടുപിടിച്ച് തുടങ്ങിയത് അദ്ദേഹമല്ല. ഇന്ന് കാണുന്ന രീതിയിലുള്ള സൈക്കിളുകൾ കണ്ടുപിടിച്ചത് അദ്ദേഹമല്ല. അദ്ദേഹം ആകെ സൈക്കിളിന് ചെയ്ത സംഭാവന എന്ന് പറയുന്നത് പെഡലിംഗ് സിസ്റ്റം നടപ്പിലാക്കി എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്നത്തെ രീതിയിലാക്കിയെടുത്തത് ഫിലിപ്പ് ഫിഷർ എന്ന വ്യക്തിയാണ്. ഇത്തരം പല കണ്ടുപിടുത്തങ്ങളിലൂടെ സൈക്കിളിൻ്റെ യാത്രാസുഖവും അതുപോലെ അതിൻ്റെ വേഗതയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് സൈക്കിളുകൾ കൂടുതൽ ജനപ്രിയമായി തീർന്നു. ആ കാലഘട്ടത്തിൽ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ധാരാളം സൈക്കിൾ ഉൽപ്പാദന കമ്പനികൾ നിലവിൽ വന്നിരുന്നു. ധാരാളം സൈക്കിളുകൾ ജനങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. ആ കാലയളവിൽ 1885 രൂപം കൊണ്ട ഒരു കമ്പനിയാണ് റാലി സൈക്കിൾസ്. റോബിൻ വുഡ്ഹെഡ്, പോൾ ആംഗോയിസ്, എലിസ് എന്നീ 3 വ്യക്തികൾ, അവർ 3 പേരും മെക്കാനിക്കുകളാണ്. അവർ പാർട്ട്ണർഷിപ്പായി തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ഈ റാലി സൈക്കിൾ കമ്പനി. 1885 കമ്പനി രജിസ്റ്റർ ചെയ്തു. 1887 നിർമ്മാണം ആരംഭിച്ചു. അന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡ് സൈക്കിൾസ് ആയിരുന്നു അന്ന് നിർമ്മിച്ചിരുന്നത്. അന്നത്തെ അതിൻ്റെ ഉൽപ്പാദന വേഗത കേട്ടാലും ഞെട്ടരുത്. ഒരാഴ്ചയിൽ 3 സൈക്കിളുകൾ ആ കമ്പനി നിർമ്മിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓരോ സൈക്കിളിൻ്റെ ലാഭം ഓരോ മുതലാളിക്ക് എടുക്കാം. 1887 റാലി സൈക്കിൾസ് ആരംഭിക്കുമ്പോൾ തന്നെ സൈക്കിൾ വ്യവസായ രംഗത്ത് സംഭവിച്ച മറ്റൊരു കുതിച്ചുചാട്ടമായിരുന്നു ജോൺ ബോയ്ഡ് ഡൺലപ്പ് എന്ന വ്യക്തിയുടെ ഒരു കണ്ടുപിടുത്തം. അതായത് കാറ്റ് നിറച്ച് ഉപയോഗിക്കാവുന്ന റബ്ബർ ടയറുകളും ട്യൂബുകളും. അതിനു മുമ്പുള്ള അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മരത്തിൻ്റെയും ഇരുമ്പിൻ്റെയൊക്കെ ടയറുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ ടയറുകളിൽ ഇരുമ്പിൻ്റെ ഒരു റിമ്മിടുന്ന ഒരു സിസ്റ്റം, നമ്മുടെയൊക്കെ പഴയ കാളവണ്ടി ചക്രം പോലൊരു സിസ്റ്റമൊക്കെ നിലവിൽ വന്നിരുന്നു. ഏതായാലും റബ്ബർ ടയറുകൾ വന്നതോടെ സൈക്കിളിൻ്റെ യാത്രാസുഖം കൂടി, സൈക്കിളിൻ്റെ വേഗത കൂടി. അതിനോടൊപ്പം തന്നെയാണ് യൂറോപ്പിൽ വ്യാപകമായിട്ട് റോഡുകൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം ഈ റബ്ബർ ടയറുകളുള്ള സൈക്കിളുകൾ ഈ കട്ട് റോഡുകളിൽ കൂടെ യാത്ര ചെയ്താൽ വളരെ പെട്ടെന്ന് പഞ്ചറാവും. കാരണം എന്തൊക്കെയായാലും കാറ്റ് തന്നെയാണല്ലോ അത്. കൂടുതൽ നല്ല റോഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ ഈ റബ്ബർ ടയറുള്ള സൈക്കിളുകളുടെ വരവോടെയാണ്. പിന്നീട് മോട്ടോർ വാഹനങ്ങൾ വന്നപ്പോൾ അതെല്ലാം വളരെയധികം വികസിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. 1887 റാലി സൈക്കിൾസ് ഉൽപ്പാദനം തുടങ്ങിയ കാലത്ത് ഇംഗ്ലണ്ടിലേക്ക് ഹോങ്കോങ്ങിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു ഫ്രാങ്ക് ബൗഡൻ എന്ന വ്യക്തി. അദ്ദേഹം 1848 ഇംഗ്ലണ്ടിൽ ജനിച്ചു. അന്നത്തെ ഇംഗ്ലീഷ് കോളനിയായിരുന്ന ഹോങ്കോങ്ങിലെത്തി. അവിടെ ധാരാളം റിയൽ എസ്റ്റേറ്റും ലാൻഡ് ഡെവലപ്മെൻറ്റ് അത്തരം പല ബിസിനസ്സിലൂടെ ധാരാളം പൈസയൊക്കെ സമ്പാദിച്ചു. അതിനിടയിൽ 1879 അമേലിയ ഫ്രാൻസിസ് എന്ന ഒരു അമേരിക്കൻ യുവതിയെ വിവാഹം കഴിച്ചു. അവരുടെ പിതാവ് കാലിഫോർണിയക്കാരനായിരുന്നു കേണൽ അലക്സാണ്ടർ ഹൂസ്റ്റൺ. 87 അദ്ദേഹം ഹോങ്കോങ്ങിലെ ബിസിനസ് എല്ലാം മതിയാക്കി തിരിച്ച് ഇംഗ്ലണ്ടിലെത്തി. ആ സമയത്ത് ധാരാളം ധനവും കയ്യിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. അദ്ദേഹം അന്നത്തെ ഒരു ഡോക്ടറെ കാണുകയും, ഇന്നത്തെ രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് സിസ്റ്റങ്ങളൊന്നും നിലവിലുള്ള കാലമല്ല, ആ ഡോക്ടർ വളരെയധികം പരിശോധനയ്ക്ക് ശേഷം തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും കാലം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തി ധനം സമ്പാദിക്കുമ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല, വ്യായാമത്തിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല. അത്തരം എന്തോ ഒരു കുഴപ്പമാണെന്ന് ഡോക്ടർ ഊഹിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളിനി അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ്, ഏറിപ്പോയാൽ 6 മാസം. അതല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം. ആ ഡോക്ടർ നിർദ്ദേശിച്ച ഒരു വ്യായാമ മാർഗമായിരുന്നു സൈക്ലിംഗ്. ഇന്നുള്ളവർ നിർദ്ദേശിക്കാറില്ല. ഇന്ന് നടത്തത്തിനപ്പുറമുള്ളൊരു വ്യായാമം മഹാഭൂരിപക്ഷം ഡോക്ടർമാരും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ട്. മരുന്നുകളൊക്കെ കൂടുതൽ ചിലവാണെങ്കിൽ മനുഷ്യർ കൂടുതൽ വ്യായാമത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഡോക്ടറെ അടുത്ത് നിന്ന് പുറത്തിറങ്ങിയ ബൗഡൻ നോട്ടിംഗ്ഹാം സിറ്റിയിലൂടെ ഒന്ന് നടന്നു. അവിടെ ആ സമയത്ത് ഏകദേശം 15ഓളം സൈക്കിൾ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കമ്പനികളുടെയും ഷോറൂമും ആ സിറ്റിയിലുണ്ട്. അദ്ദേഹം ഓരോ ഷോറൂമിലും കയറി അവിടെയുള്ള ഓരോ സൈക്കിളുകളും പരിശോധിച്ചു. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റാലി സൈക്കിളായിരുന്നു.
അങ്ങനെ അദ്ദേഹം ഒരു റാലി സൈക്കിൾ വാങ്ങിക്കുന്നു. ആയത് യാത്ര തുടങ്ങി. ആദ്യം ചെറിയ ദൂരങ്ങളൊക്കെ യാത്ര ചെയ്തു. അദ്ദേഹത്തിന് കൂടുതൽ ഉന്മേഷം തോന്നി തുടങ്ങി. അവസാനം അദ്ദേഹം ഒരു യൂറോപ്യൻ യാത്ര അങ്ങ് നടത്തി. യൂറോപ്യൻ യാത്ര എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് ഫ്രീ ആയിട്ട് പോകാവുന്ന രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, അത്തരം ചില രാജ്യങ്ങൾ. അങ്ങനെ അത്തരം രാജ്യങ്ങളിലൂടെല്ലാം അദ്ദേഹം ഒരു സൈക്കിൾ പര്യടനം, ഏകദേശം 1 വർഷം നീണ്ടു നിന്ന ഒരു സൈക്കിൾ പര്യടനം നടത്തി. തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, പഴയ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ വളരെയധികം ഉഷാറായിരിക്കുന്നു. അദ്ദേഹം നേരെ വീണ്ടും ആ റാലിയുടെ ഷോറൂമിലെത്തി. അതിൻ്റെ ആൾക്കാരെല്ലാം കണ്ട് സംസാരിച്ചു. അതിൻ്റെ ആ 3 പാർട്ട്നേഴ്സിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വളരെ ചെറിയൊരു പ്രൊഡക്ഷനേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ലാഭവും വളരെ കുറവാണ്. അതിൽ എലിസ് എന്നുള്ള പാർട്ട്ണർഷിപ്പൊക്കെ ഒഴിഞ്ഞ് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. എലിസിൻ്റെ പാർട്ട്ണർഷിപ്പ് ബൗഡൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. പിന്നെ ബൗഡൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് ധാരാളം ധനമൊക്കെ സമ്പാദിച്ചു വന്നൊരു വ്യക്തിയാണ്. കൂടുതൽ നല്ല ഒരു ഫാക്ടറി ആരംഭിച്ചു. വലിയ രീതിയിൽ സൈക്കിൾ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് റാലി കമ്പനി ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ സൈക്കിൾ കമ്പനിയായി മാറി. 8 വർഷം കഴിയുമ്പോൾ, അതായത് 1896 ഒരു വർഷം 2 ലക്ഷം സൈക്കിളുകൾ എന്നുള്ള നിലയിലേക്ക് റാലി കമ്പനി വളർന്നു. അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല പല രാജ്യങ്ങളിലേക്കും കയറ്റുമതിയും ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പക്ഷേ റാലിയോട് മത്സരിച്ച് നിൽക്കാൻ ബാക്കിയുള്ള കമ്പനികൾക്ക് പറ്റിയില്ല. കാരണം അവരൊന്നും പഴയ രീതിയിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് പിന്തുടരുകയാണ്. അങ്ങനെ പല കമ്പനികളും നഷ്ടത്തിലായി. ആ കമ്പനികളെല്ലാം റാലി ഏറ്റെടുത്തു. അങ്ങനെ റാലി കമ്പനി പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം റാലി സൈക്കിൾസ് US-ലേക്ക് കയറ്റുമതി ആരംഭിച്ചു. റോഡ്സ്റ്റർ എന്ന ഒരു സൈക്കിൾ ബ്രാൻഡ്. US-ലെ അതിൻ്റെ പ്രചാരം വളരെ പെട്ടെന്ന് കൂടി. അതിനനുസരിച്ച് റാലിയുടെ കയറ്റുമതി ഓരോ വർഷവും കൂടി വന്നു. അപ്പോൾ സ്വന്തം ആരോഗ്യം വർഷങ്ങളോളം സംരക്ഷിച്ചു നിർത്തിയ റാലി സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനിയെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ബൗഡൻ ലോകത്തിലെ 1-ാം നമ്പർ സൈക്കിൾ കമ്പനി എന്നുള്ള നിലയിലേക്ക് എത്തിച്ചു. റാലി സൈക്കിൾസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.